ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതിയാണ്. കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ 69% ജലവൈദ്യുതിയാണ്. കേരളത്തിൽ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികളാണ് കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് (KSEB), ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററും അനേർട്ട് എന്ന് വെച്ചാൽ ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. KSEB സ്ഥാപിതമായത് 1957 മാർച്ച് മാസം 31 KSEBയുടെ ആപ്തവാക്യം കേരളത്തിൻ്റെ ഊർജം എന്നാണ്. കേരള ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ്റെ ഔദ്യോഗിക ആസ്ഥാനം കൊച്ചിയിലാണ്, എറണാകുളത്ത്. KSEBയുടെ കീഴിലെ 38 ജലവൈദ്യുത പദ്ധതികളും 2 ഡീസൽ പവർ പ്ലാന്റും 1 കാറ്റാടി ഫാമും 24 സോളാർ പ്ലാന്റുമുണ്ട്. ആസ് പെർ KSEB ആനുവൽ റിപ്പോർട്ട് 2020-2021. നിലവിലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഓംബുഡ്സ്മാൻ ചന്ദ്രകുമാരൻ നായരാണ്. വൈദ്യുതി ബോർഡിൻ്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറാണ് ഒരുമ. 2006 സ്ഥാപിതമായത്. സംസ്ഥാനത്ത് മികച്ച രീതിയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടപ്പിലാക്കിയ സർക്കാർ സ്ഥാപനങ്ങളെ കണ്ടെത്താനായിട്ട് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ ഒന്നാമതെത്തിയ സർക്കാർ സ്ഥാപനം KSEB ആണ്. കേരളത്തിലെ 200 മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ പവർ സ്റ്റേഷൻ നിലവിൽ വരുന്നത് മടക്കത്തറയിലാണ്, തൃശ്ശൂരിൽ. കേരളത്തിലെ ആദ്യ ഭൂഗർഭ വൈദ്യുതി സബ്സ്റ്റേഷൻ നിലവിൽ വന്നത് കലൂരിലാണ്, എറണാകുളം ജില്ലയിലെ കലൂർ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി പെരിയാർ നദിയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതീകരിച്ച നഗരമാണ് തിരുവനന്തപുരം. 1929. കേരളത്തിൽ പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ച ആദ്യ ജില്ല പാലക്കാട്. പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2010 ഫെബ്രുവരി മാസം 16 ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ ഊർജ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ്. 2001 എനർജി കൺസർവേഷൻ ആക്ട് നടപ്പിലാക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനമാണ് എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് 2018 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഊർജ കേരള മിഷൻ. ഊർജ കേരള മിഷൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ് സൗരോർജത്തിൽ നിന്നും 1000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനമാണ് ലക്ഷ്യം. ഫിലമെൻ്റ് രഹിത കേരളമാണ്. LED ബൾബുകൾ മിതമായ നിരക്കിൽ നൽകുന്നു. ദ്യുതി 2021 വൈദ്യുതി വിതരണ ശൃംഖല നവീകരിക്കാനാണ്. ട്രാൻസ്ഗ്രിഡ് 2.0 പ്രസരണ നഷ്ടം കുറയ്ക്കാനായിട്ടുള്ള ഒരു പദ്ധതി. സേഫ് സുരക്ഷിതമായിട്ടുള്ള വൈദ്യുത ഉപഭോഗ പ്രചരണ പരിപാടിയാണ്. ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ ഊർജ സംരക്ഷണ ബോധവൽക്കരണത്തിനായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പദ്ധതിയാണ് ലാഭപ്രഭ. 2011 നടപ്പിലാക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത വർഷം 1940. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയിലാണ്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനിയാണ് കണ്ണൻ ദേവൻ കമ്പനി. 1900. പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരമ്പുഴയിലാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ്. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം. വർഷം 1954.
പള്ളിവാസൽ പദ്ധതിയിൽ നിന്നും ഉപയോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുക്കുന്ന വെള്ളവും മുതിരമ്പുഴയിലെ വെള്ളവും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയിൽ ആണ്. ചെങ്കുളം പദ്ധതി സ്ഥിതി ചെയ്യുന്ന പെരിയാറിൻ്റെ പോഷക നദിയാണ് മുതിരപ്പുഴ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകളാണ് ഇടുക്കി അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, കുളമാവ് എന്നിവ. ഇടുക്കി ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് 1975 ഒക്ടോബർ 4 മുതലാണ്. ഇടുക്കി ഡാമിൽ നിന്നും വ്യാവസായിക അടിസ്ഥാനത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് 1976 ഫെബ്രുവരി 12 മുതലാണ്. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് 3 അണക്കെട്ടുകളാണ് ഉള്ളത്. അവ ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി ഡാം ആൻഡ് കുളമാവ് ഡാം എന്നിവയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദന ശേഷി 780 മെഗാവാട്ട്സ് ആണ്. ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണശേഷി 2403 അടിയാണ്. കേരളത്തിലെ ആദ്യ കോൺക്രീറ്റ് ഡാമാണ് മാട്ടുപ്പെട്ടി അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ചെറുതോണി അണക്കെട്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മൂലമറ്റം, ഇടുക്കി. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. 1972 കോഴിക്കോടാണ് സ്ഥാപിതമായത്. കോഴിക്കോട് ജില്ലയിലെ ഉർമി 1, ഉർമി 2 എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈന. ഉർമി ചെറുകിട ജലവൈദ്യുത പദ്ധതി ചാലിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിൽ ആണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി 1957 മാർച്ച് 6-ലാണ് ചാലക്കുടി പുഴയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമാണ് ശബരിഗിരി. ശബരിഗിരി 1966 ഏപ്രിൽ 18-ന് സ്ഥാപിക്കപ്പെട്ടു. ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണികളാണ് പമ്പാ നദിയിലും കക്കി നദിയിലും സ്ഥിതി ചെയ്യുന്നു. ശബരിഗിരി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. കല്ലട ജലസേചന പദ്ധതിയിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയാണ് കല്ലട ജലവൈദ്യുത പദ്ധതി. 1994 ജനുവരി മാസം 5-ാം തീയതി മുതൽ സ്ഥാപിച്ചു. പേപ്പാറ ചെറുകിട ജലവൈദ്യുത പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് 1996 ജൂൺ 5-നാണ്. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടിമാലിയിലാണ്. പഴശ്ശിസാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇനി കുറച്ച് സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ കൂടി നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ പത്തനംതിട്ട, കൂത്തുങ്കൽ ഇടുക്കി, ഉള്ളങ്കൽ പത്തനംതിട്ട. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ പത്തനംതിട്ട ജില്ലയിൽ. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ, രാജക്കാട് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉള്ളുങ്കൽ പദ്ധതി കക്കാട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കക്കാട് നദി, പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് പമ്പയുടെ ഒരു പോഷക നദിയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത്, ഇടുക്കി. സ്വന്തമായിട്ട് മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പാലക്കാട് ജില്ലാ പഞ്ചായത്താണ്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ, അതായത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. മീൻവല്ലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൂതപ്പുഴയിലാണ്. കേരളത്തിൽ വൈദ്യുതി വിതരണം നടത്തുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശ്ശൂർ. കേരളത്തിൽ ആദ്യമായിട്ട്
എല്ലാ വീടുകളിലും വൈദ്യുതി കണക്ഷൻ നൽകിയ ഗ്രാമപഞ്ചായത്ത് കണ്ണാടി ഗ്രാമപഞ്ചായത്ത് പാലക്കാടാണ്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ. അണക്കെട്ടും ഏത് നദിയിലും ഏത് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കാം. ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിയിൽ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി പമ്പയിൽ പത്തനംതിട്ട. കക്കാട് പമ്പ പത്തനംതിട്ട. പള്ളിവാസൽ മുതിരപ്പുഴ ഇടുക്കി. ചെങ്കുളം മുതിരപ്പുഴ ഇടുക്കി. പന്നിയാർ നദിയിൽ തന്നെയാണ് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. മാട്ടുപ്പെട്ടി പെരിയാറിലാണ് ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. കൂത്തുങ്കൽ പന്നിയാർ ഇടുക്കി. നേര്യമംഗലം മുതിരമ്പുഴ ഇടുക്കി. ലോവർ പെരിയാർ നദിയിൽ ഇടുക്കിയിൽ. ഇടമലയാർ നദി എറണാകുളം. ഷോളയാർ ചാലക്കുടിപ്പുഴ തൃശ്ശൂർ. പെരിങ്ങൽകുത്ത് ചാലക്കുടിപ്പുഴ തൃശ്ശൂർ. കുറ്റ്യാടിപ്പുഴ കോഴിക്കോടുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മിനി ജലവൈദ്യുത പദ്ധതികളിൽ ഏറ്റവും വലുതാണ് ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി താലൂക്കിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെയും കർണാടകയിലെ കുടക്ക് ജില്ലയിലെ മാക്കൂട്ടത്തെയും വേർതിരിക്കുന്ന ബാരാപ്പോൾ പുഴയിലാണ് ഈ പദ്ധതി ഉള്ളത്. വളപട്ടണം പുഴയുടെ പോഷക നദിയാണ് ബാരാപ്പോൾ. ഇപ്പോഴും പൂർണ്ണമായിട്ട് KSEBയുടെ ഉടമസ്ഥതയിലാണ് ഉള്ളത്. ജലസേചനം. സംസ്ഥാനത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഭൂപ്രകൃതിയുടെ സ്വഭാവം കാരണം മൺസൂൺ കാലത്ത് ലഭിക്കുന്ന മഴവെള്ളത്തിൻ്റെ ഭൂരിഭാഗവും 48 മണിക്കൂറിനുള്ളിൽ കടലിലേക്ക് ഒഴുകുന്നു. കേരളത്തിലെ വിളകളുടെ വിജയകരമായിട്ടുള്ള കൃഷിക്ക് ജലസേചനം അനിവാര്യമായിരുന്നു. ജലം നൽകുന്നതിന് വിവിധ മാർഗങ്ങൾ ഉണ്ടായെങ്കിലും കേരളത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ചതും വിശ്വസനീയമായിട്ടുള്ള മാർഗം മഴക്കാലത്ത് ജലം തടഞ്ഞു നിർത്തുന്നതും അപര്യാപ്തമായിട്ടുള്ള വിളകളുടെയും നിർണായക കാലഘട്ടങ്ങളിലും ജലസംഭരണികളിലെ വെള്ളം ഉപയോഗിക്കുന്നതിനുമുള്ള സംഭരണികളുടെ നിർമ്മാണമാണ്. ജലവിഭവ വകുപ്പിന് കീഴിൽ 16 ഡാമുകളാണ് നമുക്കുള്ളത്. കേരള എക്കണോമിക് സർവേ 2021 പ്രകാരമാണ്. കേരളത്തിലെ പ്രധാന ജലസ്രോതസ്സാണ് കിണർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട ജലസേചന പദ്ധതി കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും പഴയ ജലസേചന പദ്ധതി പീച്ചി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരതപ്പുഴയാണ്. കേരളത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയ പഞ്ചായത്താണ് കുന്ദമംഗലം പഞ്ചായത്ത്. കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 4 വൻകിട ഇടത്തരം ജലസേചന പദ്ധതികൾ ഉണ്ട്. 1. മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി എറണാകുളം ജില്ലയിലും ഇടുക്കിയിലുമായിട്ട്. ഇടമലയാർ ജലസേചന പദ്ധതി എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ ജില്ലയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. കാരപ്പുഴ ജലസേചന പദ്ധതി വയനാട്. ബാണാസുര സാഗർ ജലസേചന പദ്ധതി വയനാട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ മൂലമറ്റം പവർ ഹൗസിൽ നിന്നും തൊടുപുഴ നദിയുടെ സംഭരണ പ്രദേശത്തു നിന്നുമുള്ള മിച്ച ജലം ഉപയോഗിച്ച് ജലസേചന സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി. പെരിയാർ നദിയിലെ വെള്ളം കൃഷിയോഗ്യമായിട്ടുള്ള പെരിയാർ, ചാലക്കുടി നദീതടങ്ങളിലെ ജലസേചനത്തിന് അനുയോജ്യമാകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇടമലയാർ ജലസേചന പദ്ധതി. കബനിയിൽ നിന്നും നടപ്പിലാക്കിയ ജലസേചന പദ്ധതികളാണ് കാരാപ്പുഴ ജലസേചന പദ്ധതി. വയനാട് ജില്ലയിലെ വൈത്തിരി താലൂക്കിൽ വാഴവട്ട എന്ന സ്ഥലത്തിന് കാരാപ്പുഴ നദിക്ക് കുറുകെ അണക്കെട്ടും ജല നിർഗമന മാർഗവും നിർമ്മിക്കുന്നുണ്ട്. കരുവന്നൂർ പുഴയുടെ പോഷക നദിയായിട്ടുള്ള മണലി പുഴയിലാണ് പീച്ചി ജലസേചന പദ്ധതി ഉള്ളത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ജലസേചന പദ്ധതിയായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ മണലി നദിക്ക് കുറുകെ നിർമ്മിച്ച പീച്ചി ജലസേചന പദ്ധതിയാണ്. 1959 പൂർത്തിയാക്കിയ ഈ സ്ട്രെയിറ്റ് കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ട് ഏകദേശം 17,555 ഹെക്ടർ സ്ഥലത്ത്
ജലസേചന അണക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. കൊച്ചിയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ഇക്കണ്ട വാരിയർ ആയിരുന്നു പീച്ചി ഡാമിൻ്റെ ശില്പി. 1957 ഒക്ടോബർ മാസം 4-ാം തീയതി ആദ്യത്തെ കേരള ഗവർണറായിരുന്ന ബാർഗുല രാമകൃഷ്ണ റാവു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജലസേചന പദ്ധതികൾ നോക്കാം. നെയ്യാർ തിരുവനന്തപുരം, കല്ലട കൊല്ലം, ചാലക്കുടി തൃശ്ശൂർ, പീച്ചി തൃശ്ശൂർ, വാഴാനി തൃശ്ശൂർ, മലമ്പുഴ പാലക്കാട്, വാളയാർ പാലക്കാട്, മംഗലം പാലക്കാട്, മീൻകര പാലക്കാട്, പോത്തുണ്ടി പാലക്കാടും സ്ഥിതി ചെയ്യുന്നു. പൊതുജന പങ്കാളിത്തത്തോടുകൂടി കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ, കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സ്വന്തമായിട്ട് ജലനയം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരുമണ്ണ. കുടിവെള്ള ശേഖരണത്തിനായിട്ട് കാസർഗോഡ്, ദക്ഷിണ കന്നഡ ജില്ലകളിൽ ഉള്ളവർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം കിണറുകളാണ് സുരംഗ കിണർ അഥവാ ഹൊറിസോണ്ടൽ വെൽസ്. കുന്നുകളുടെ താഴ്വരയിൽ തിരശ്ചീനമായിട്ട് ഉള്ളിലേക്ക് തുരന്നിട്ടാണ് സുരംഗ കിണർ നിർമ്മിക്കുന്നത്. ഇരട്ടയാർ, കുളമാവ്, കുണ്ടള ജലസംഭരണികൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ചെറമംഗലം അണക്കെട്ട് പാലക്കാടും പെരുവണ്ണാമൂഴി ജലസംഭരണി കോഴിക്കോട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ലോക ബാങ്കിൻ്റെ സഹായത്തോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ ശുചിത്വ പദ്ധതിയാണ് ജലനിധി. ജപ്പാൻ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ്റെ സഹായത്തോടെ ധനസഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ജലവിതരണ പദ്ധതിയാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി. കേരള സർക്കാർ ആവിഷ്കരിച്ചുള്ള മഴവെള്ള കൊയ്ത്ത് പദ്ധതിയാണ് വർഷ. ഗ്രാമീണ മേഖലയിലെ ജലവിതരണവുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പദ്ധതി സ്വധാരയാണ്. നിലവിലുള്ള പരമ്പരാഗത ജലസ്രോതസ്സുകൾ പുനരുജ്ജീവിപ്പിച്ചും സംരക്ഷിച്ചും പ്രാദേശിക ജല ആവശ്യങ്ങൾ നിറവേറ്റുന്ന പദ്ധതിയാണ് ജലവാഹിനി. ജലവിതരണത്തിനും ജലസ്രോതസ്സുകളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടുകൂടി ജല അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നീരുറവ. ഹരിത കേരളം മിഷൻ്റെ ഭാഗമായിട്ട് സമമായിട്ടുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ കാർഷിക ആവശ്യത്തിനും കുടിവെള്ളത്തിനും ഉള്ള ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതി ജലരക്ഷ ജീവരക്ഷ എന്നറിയപ്പെടുന്നു. അടുത്തതായിട്ട് താപവൈദ്യുത പദ്ധതികൾ കൂടി നോക്കാം. കേരളത്തിൽ നാഫ്ത ഇന്ധനമായിട്ട് ഉപയോഗിച്ച ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളത്ത് ഉള്ള NTPC താപനിലയം. 1999 രാജീവ് ഗാന്ധി കമ്പൈൻഡ് സർക്കിൾ പവർ പ്രോജക്റ്റ് എന്നായിട്ടാണ് സ്ഥാപിച്ചത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ്റെയും അതായത് NTPCയുടെയും ഭാരത് ഹെവി ഇലക്ട്രിക്സിൻ്റെയും ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെയും കൂട്ടായ സംരംഭമാണ് ഇത്. നിലവിൽ സൗരോർജം ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുത ഉൽപ്പാദനമാണ് ഇവിടെ നടക്കുന്നത്. കായംകുളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ചൂളത്തെരുവിലാണ്. കായംകുളം NTPC താപനിലയം പ്രവർത്തനം ആരംഭിച്ചത് 1999 ജനുവരി 17-നാണ്. വാജ്പേയി രാജ്യത്തിന് സമർപ്പിച്ചു. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സർക്കിൾ പവർ പ്രോജക്റ്റ് താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത വൈദ്യുത ഉൽപ്പാദന ശേഷി 350 മെഗാവാട്ട്സ് ആണ്. NTPCയുടെ കീഴിൽ ഒഴുകുന്ന സോളാർ നിലയം സ്ഥാപിച്ചത് കായംകുളത്താണ്. അച്ചൻകോവിലാർ നദിയിലെ ജലമാണ് കായംകുളം പ്രോജക്റ്റിൽ കൂളിംഗ് വാട്ടറായിട്ട് ഉപയോഗിക്കുന്നത്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സർക്കിൾ പവർ പ്രോജക്റ്റിൻ്റെ അസംസ്കൃത വസ്തുവാണ് നാഫ്ത. KSEBയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയവും നല്ലളം ഡീസൽ പ്ലാന്റും. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം. 1997 സ്ഥാപിച്ചു. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ്. കോഴിക്കോട് ഡീസൽ പവർ പ്രോജക്റ്റ് എന്നും അറിയപ്പെടുന്നു. 2021 മെയ്യിൽ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കാസർഗോഡുള്ള BHEL ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡ് ഏറ്റെടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്.
ഉൽപ്പാദന ശേഷിയുടെ അടിസ്ഥാനത്തിൽ KSEBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റാണ് നല്ലളം. PSCയുടെ ഉത്തരസൂചിക പ്രകാരം 10th ലെവൽ പ്രിലിമിനറി എക്സാം 2021 ഇത് ബ്രഹ്മപുരമാണ് ഉത്തരം വന്നത്. കുറഞ്ഞ നിരക്കിൽ LED ബൾബുകൾ ജനങ്ങളിൽ എത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായിട്ടുള്ള ഉജാല ആഗോളതലത്തിൽ നടപ്പിലാക്കുന്നതിനായിട്ട് ഇന്ത്യയുമായിട്ട് കരാറിലേർപ്പെട്ട സംഘടനയാണ് അന്താരാഷ്ട്ര ഊർജ സംഘടന. കേരളത്തിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങൾ നോക്കാം. നിലയം, അതിൻ്റെ ഇന്ധനം ഏതാണ് ഉപയോഗിക്കുന്നത്, ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുകൂടി നോക്കാം. ചീമേനി പ്രകൃതിവാതകമാണ്, കാസർഗോഡ് ജില്ലയിൽ, അത് പ്രൊപ്പോസ്ഡ് ആണ്. നല്ലളം ഡീസൽ, കോഴിക്കോട്. ബ്രഹ്മപുരം ഡീസൽ, എറണാകുളം. കായംകുളം നാഫ്ത, നിലവിൽ സോളാറാണ് ഉപയോഗിക്കുന്നത്, ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. പാരമ്പര്യേതര ഊർജ വിഭവങ്ങൾ കാറ്റ്, തിരമാല, ജിയോ തെർമൽ, സോളാർ ഒക്കെയാണ് പാരമ്പര്യേതര ഊർജ വിഭവങ്ങളായിട്ട് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം സ്ഥാപിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിങ്കോടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വിൻഡ് ഫാം ആണ് കാഞ്ചിങ്കോട്. KSEBയുടെ കീഴിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് കഞ്ചിക്കോട്. സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കാറ്റാടി ഫാമുകളാണ് രാമക്കൽമേട്, അഗളി, അട്ടപ്പാടി. അട്ടപ്പാടിയിൽ കാറ്റാടിപ്പാടം സ്ഥാപിക്കുന്നതിനായിട്ട് കേന്ദ്ര ജലവൈദ്യുത കോർപ്പറേഷനുമായിട്ട് കേരള ഗവൺമെൻറ് ഉടമ്പടി വെച്ച വർഷം 2014. 2008 ഏപ്രിൽ 27 രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട കാറ്റാടിപ്പാടം വൈദ്യുത പദ്ധതിയാണ് രാമക്കൽമേട് വൈദ്യുത പദ്ധതി. വെസാറ്റ് വിൻഡ് ടെക്നോളജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാമാണ് രാമക്കൽമേടാണ്. സൂസ്ലോൺ എനർജി ലിമിറ്റഡിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്ന കാറ്റാടി ഫാമാണ് അഗളി. കേരളത്തിൽ തിരമാലയിൽ നിന്നും ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പ്രദേശമാണ് വിഴിഞ്ഞം. 1991 തിരുവനന്തപുരത്താണ് വന്നത്. കേരളത്തിലെ കാറ്റാടി ഫാമുകൾ കാഞ്ചിക്കോട് പാലക്കാട്, അട്ടപ്പാടി പാലക്കാട്, അഗളി പാലക്കാട്, രാമക്കൽമേട് ഇടുക്കി ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അനേർട്ട് എന്താണെന്ന് നോക്കാം. പാരമ്പര്യേതര ഊർജ വികസനത്തിനായിട്ട് സ്ഥാപിതമായിട്ടുള്ള സ്വതന്ത്രാധികാര സ്ഥാപനമാണ് അനേർട്ട്. അനേർട്ട് സ്ഥാപിച്ചത് 1986 കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അവകാശമുള്ള അനേർട്ട് സൊസൈറ്റി നിയമപ്രകാരം 1986 മുതൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഊർജ വകുപ്പിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ആസ്ഥാനം. അനേർട്ടിൻ്റെ പൂർണ്ണരൂപമാണ് ഏജൻസി ഫോർ നോൺ കൺവെൻഷനൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. ചെറുകിട ജലവൈദ്യുത പദ്ധതികൾക്ക് 1 കിലോവാട്ട് മുതൽ 5 കിലോവാട്ട് വരെ അനുമതി നൽകുന്ന കേരളത്തിലെ ഏജൻസി അനേർട്ടാണ്. അനേർട്ടിൻ്റെ കീഴിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ്. 2ാം സ്ഥാനം പാലക്കാട്. അക്ഷയ ഊർജ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് അനേർട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സൗരവീതി. സംസ്ഥാനത്ത് ആദ്യമായിട്ട് സൗരോർജ ഉപകരണ ടെസ്റ്റിംഗ് ലാബ് കൊച്ചിയിൽ സ്ഥാപിച്ചത് സ്റ്റാർട്ട് എന്നാണ് പദ്ധതിയുടെ പേര്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെക്കുറിച്ച് അവബോധം നൽകുന്ന ഏജൻസിയാണ് എനർജി എഡ്യൂക്കേഷൻ പാർക്ക്. കേരളത്തിലെ എനർജി എഡ്യൂക്കേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. KSEBയുടെ ആദ്യ സോളാർ പ്ലാന്റ് കഞ്ചിങ്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിലവിൽ വന്നത് ബാണാസുര സാഗർ ഡാം, വയനാട്. നിർമ്മിച്ചത് KSEB ആണ്. സമ്പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡാണ്, സിയാൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ പഞ്ചായത്താണ് പെരുമാട്ടി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസാണ് മുഖത്തല, കൊല്ലം ജില്ലയിലെ മുഖത്തല. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോൾ പമ്പ് നിലവിൽ വന്നത് അങ്കമാലി, എറണാകുളത്തെ അങ്കമാലി. ഇന്ത്യയിൽ ആദ്യമായിട്ട്
സോളാർ ക്രൂയിസ് വെസൽ നിലവിൽ വന്ന ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യ സോളാർ പാർക്കാണ് അമ്പലത്തറ, കാസർഗോഡ്. കറണ്ട് അഫയർസും കൂടെ നോക്കാം. സോളാറും കാറ്റാടിയും സംയോജിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആദ്യ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വന്നത് താഴെത്തുടുക്കി ആദിവാസി ഊരാണ് സൈലന്റ് വാലിയിൽ ഉള്ളത്. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായിരുന്നത് TK ജോസാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഹരിതോർജ വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഇന്ത്യയുടെ വിൻഡ് മാൻ എന്നറിയപ്പെടുന്നത് തുളസി താന്തി അന്തരിച്ചു. ഹൈഡ്രജൻ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ വൈദ്യുത കപ്പലുകൾ നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയാണ്. വൈദ്യുതി സംബന്ധമായിട്ടുള്ള സേവനങ്ങൾ ഓഫീസ് സന്ദർശിക്കാതെ തന്നെ ലഭ്യമാകുന്നതിനായിട്ട് KSEB ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1912. ആദ്യ റെസ്കോ അഥവാ റിന്യൂവബിൾ എനർജി സർവീസ് കമ്പനി മോഡൽ സൗരോർജ പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതി പ്രകാരം സർക്കാർ സ്ഥാപനങ്ങളിൽ സൗരോർജ വൈദ്യുത നിലയം സ്ഥാപിക്കും. അനർട്ടും റെപ്കോയും ചേർന്നിട്ടുള്ള പദ്ധതിയാണിത്. റെപ്കോയുടെ ആസ്ഥാനം കണ്ണൂർ. കേരളത്തിൽ ജലസേചന കനാലുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പദ്ധതി ആരംഭിക്കുന്നത് പാലക്കാടാണ്. തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്ന വൈദ്യുത ബോർഡിൻ്റെ പദ്ധതിയാണ് നിലാവ്. മാലിന്യത്തിൽ നിന്നും വൈദ്യുതി നിർമ്മിക്കാനായിട്ടുള്ള പ്ലാന്റ് സ്ഥാപിതമാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കേരളത്തിലെ ഏകദേശം അനർട്ട്, പിന്നെ പ്രധാനപ്പെട്ട താപവൈദ്യുത നിലയങ്ങൾ, പ്രധാനപ്പെട്ട ജലവൈദ്യുത നിലയങ്ങൾ, പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികൾ എന്നിവയെല്ലാം കുറിച്ചുള്ള ഈ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക്സ് ടു വൊക്കാബ്സ്പീഡിയ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.